ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മെറ്റീരിയൽ ആപ്പ് അതുപോലെ സ്കഫോൾഡ് എന്ന് പറയുന്ന രണ്ട് ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റുകളെ കുറിച്ചാണ്. സോ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിഡ്ജറ്റാണ്. ഇത് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ ഡിസൈൻ ആണ്. സോ മെറ്റീരിയൽ ഡിസൈൻ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇതെന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ്. ഇതിനുള്ളിൽ നമുക്ക് മറ്റൊരുപാട് തരത്തിലുള്ള വിഡ്ജറ്റുകൾ അവൈലബിൾ ആണ്. സോ നമുക്കൊരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരുപാട് വിഡ്ജറ്റുകൾ നമ്മുടെ മെറ്റീരിയൽ ആപ്പിനുള്ളിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഫ്ലട്ടർ SDK ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വരുന്നതാണ്. നമുക്ക് പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പോയതിന് ശേഷം മെറ്റീരിയൽ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ റിസൾട്ട് ഫ്ലട്ടറിൻ്റെ ഒരു റിസൾട്ട് വരും, ഡോക്യുമെൻറ്റേഷൻ റിസൾട്ട് വരും. സോ അതിൽ നമുക്ക് മെറ്റീരിയൽ ആപ്പ് ക്ലാസ് എന്ന് കാണാൻ സാധിക്കും. സോ അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ ആപ്പ് ക്ലാസ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കും. ആൻ ആപ്ലിക്കേഷൻ ദാറ്റ് യൂസസ് മെറ്റീരിയൽ ഡിസൈൻ. സോ ഇതിനുള്ളിൽ ഒരുപാട് വിഡ്ജറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് മെറ്റീരിയൽ ഡിസൈൻ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത് നമുക്ക് ഉപയോഗിക്കാം. സോ എന്താണ് മെറ്റീരിയൽ ഡിസൈൻ? സോ നമ്മൾ മെറ്റീരിയൽ ഡിസൈൻ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. സോ നമുക്കിവിടെ material.io എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അത് ഓപ്പൺ ചെയ്യുക. സോ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ സിസ്റ്റമാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അതുപോലെ iOS, ഫ്ലട്ടർ, വെബ് ആപ്ലിക്കേഷൻ തുടങ്ങിയവയെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളിവിടെ വന്നതിന് ശേഷം ഈ കമ്പോണൻസിൽ ക്ലിക്ക് ചെയ്യുക. കമ്പോണൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ ഈ കാണുന്ന കമ്പോണൻസൊക്കെ ബട്ടൺ ആയാലും അതുപോലെ ഈ ഒരു സ്നാക്ക് ബാർ ആയാലും അതുപോലെ നമ്മുടെ ചെക്ക് ബോക്സ് ആയാലും ആപ്പ് ബാർ ആയാലും മുകളിലുള്ള ആപ്പ് ബാർ ആയാലും ഈ കാണുന്ന കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ഡിസൈനിൽ വരുന്നതാണ്. സോ ഈ ഒരു സംഭവമാണ് നമ്മുടെ മെറ്റീരിയൽ ആപ്പും ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ മെറ്റീരിയൽ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ്. സോ ഇത് ആൻഡ്രോയിഡിന് മാത്രമുള്ളതല്ല, ആൻഡ്രോയിഡിലും iOSലും അതുപോലെ ഫ്ലട്ടറിലും നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ മെറ്റീരിയൽ ഡിസൈൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഒരു ആപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഈവൻ നമുക്കിതിൽ ഐക്കൺസ് വരെ നമുക്ക് ലഭ്യമാണ്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ കാണുന്ന കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ഡിസൈൻ ആണ്. ഈ സംഭവമാണ് നമ്മൾ മെറ്റീരിയൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കും. ഈ കമ്പോണൻസ് ഒക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ ബേസിക്കലി മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ സിസ്റ്റമാണ്, ഗൂഗിൾ ഡെവലപ്പ് ചെയ്തതാണ്. സോ അതാണ് നമ്മുടെ മെറ്റീരിയൽ ആപ്പ് ഉപയോഗിക്കുന്നത്. സോ മെറ്റീരിയൽ ആപ്പിൽ മെറ്റീരിയൽ ഡിസൈൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വിഡ്ജറ്റുകളുണ്ട്. സോ നമുക്ക് വളരെ ഈസി ആയതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് സ്കഫോൾഡ് ആണ്. സ്കഫോൾഡ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽ ആപ്പിൽ വരുന്ന മറ്റൊരു വിഡ്ജറ്റാണ്. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈൽ ആപ്പിൻ്റെ ബേസിക് ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് മറ്റ് വിഡ്ജറ്റുകൾ അവൈലബിൾ ആണ്. ആപ്പ് ബാറും അതുപോലെ ബോട്ടൺ നാവിഗേഷൻ ബാർ, ഫ്ലോട്ടിംഗ് ബട്ടൺ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു സ്കഫോൾഡ് വിഡ്ജറ്റിനുള്ളിൽ നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ജനറൽ പർപ്പസ് മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളുമുണ്ട്. സോ ജനറൽ പർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആപ്പ് ബാർ വേണം മുകളിൽ. അത് ഉദാഹരണമായി നമ്മുടെ ഈ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ആൻഡ്രോയിഡ് ആപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള മുകളിൽ ഒരു ആപ്പ് ബാർ ഉണ്ടായിരിക്കും, താഴെ ഒരു നാവിഗേഷൻ ബാർ ഉണ്ടായിരിക്കും, ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. സോ ഇതിൽ നമുക്ക് കുറച്ച് കമ്പോണൻസ് കുറവാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ മെറ്റീരിയൽ ആപ്പ് അതുപോലെ സ്കഫോൾഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് നമ്മുടെ VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഇതിൽ ഈ കാണുന്ന കോഡ് main.dartലെ എല്ലാ കോഡും സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡീബഗിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻ, നമ്മുടെ ഹോം സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് മെറ്റീരിയൽ ആപ്പിൻ്റെ പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഇമ്പോർട്ട് നമ്മളൊരു സിംഗിൾ കോട്ടിനുള്ളിൽ പാക്കേജ് അതിന് ശേഷം ഫ്ലട്ടർ എന്ന് കൊടുക്കുക. ഫ്ലട്ടർ /material.dart ഇതിലാണ് നമ്മുടെ മെറ്റീരിയൽ ആപ്പ് ഉള്ളത്. മെറ്റീരിയൽ ആപ്പ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് മെറ്റീരിയൽ ആപ്പിൻ്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മെയിൻ മെത്തേഡ്, നമ്മുടെ ആപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ മെത്തേഡാണ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ void മെയിൻ, ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഒരു കർലി ബ്രാക്കറ്റ്. ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് റൺ ആപ്പ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ്, റൺ ആപ്പ്. ഇവിടെ റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരും റൺ ആപ്പ് ഒരു മെത്തേഡാണ്. സോ ഇതിനുള്ളിൽ നമ്മളൊരു വിഡ്ജറ്റ്, നമ്മുടെ വിഡ്ജറ്റിൻ്റെ പേര് കൊടുക്കണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിഡ്ജറ്റ്. സോ ഞാനിവിടെ മൈ
ആപ്പ് എന്ന് കൊടുക്കുന്നു. മൈ ആപ്പ് ഇതുപോലൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. സോ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താഴെ വരിക. താഴെ വന്നതിന് ശേഷം നമ്മൾ ST എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്ലട്ടർ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് അതുപോലെ ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് കാണാൻ സാധിക്കും. സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് സെലക്ട് ചെയ്യുക. സോ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്ലട്ടറിൻ്റെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കിതുപോലെ ഓപ്പൺ ആയി വരും. സോ ഇതിൽ നമ്മൾ മൈ വിഡ്ജറ്റ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. സോ നമ്മൾ അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൈ ആപ്പ് എന്നാണ്. സോ നമ്മൾ ആ ഒരു പേര് തന്നെ ഇവിടെയും കൊടുക്കുക, മൈ ആപ്പ്. അതുപോലെ താഴെയും മൈ വിഡ്ജറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ മൈ ആപ്പ് എന്ന് കൊടുക്കുക, മൈ ആപ്പ്. ഇത്രയും ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിഡ്ജറ്റ് ബിൽഡ് മെത്തേഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് അതിന് താഴെ വന്നതിന് ശേഷം ഈ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. വരുന്ന ചാപ്റ്ററുകളിൽ ഈ കീയും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ നമ്മൾ ബിൽഡ് മെത്തേഡിന് താഴെ വന്നതിന് ശേഷം റിട്ടേൺ നമ്മൾ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന വിഡ്ജറ്റ് റിട്ടേൺ ചെയ്യുക. മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റുള്ള ഈ ഒരു വിഡ്ജറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്യുക. സോ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും. മെറ്റീരിയൽ ആപ്പ് ഒരു ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ആയി വരും. ശേഷം നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. സോ നമ്മളിവിടെ ഒരു സെമികോളൻ കൊടുക്കാൻ മറക്കരുത്. സെമികോളൻ കൊടുക്കുക. അതുപോലെ നമുക്ക് ഇവിടെയും ഒരു എറർ കാണിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ സെമികോളൻ കൊടുക്കാൻ മറക്കരുത്. സോ ഡാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് C പ്രോഗ്രാമിങ്ങിനെ പോലെ തന്നെയാണ്. ഓരോ കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവസാനം സെമികോളൻ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അത് എറർ കാണിക്കുന്നതായിരിക്കും. ശേഷം നമ്മൾ സേവ് ചെയ്ത ശേഷം നമ്മൾ റണ്ണിൽ പോകുന്നു. സ്റ്റാർട്ട് ഡീബഗ്ഗിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മുടെ ആപ്പ് റണ്ണായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇനി മെറ്റീരിയൽ ആപ്പിനുള്ളിൽ നമുക്ക് നമ്മുടെ സ്കഫോൾഡ് വിഡ്ജറ്റ് കൊടുക്കാം. സോ നമ്മൾ മെറ്റീരിയൽ ആപ്പിനുള്ളിൽ വരിക. സോ ഇതിവിടെ നമ്മൾ Ctrl++ ബട്ടൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹോം, അതുപോലെ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ടൈറ്റിലാണ്. സോ ടൈറ്റിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ ടൈറ്റിൽ നമുക്ക് ഒരു ഡെമോ ആപ്പ് എന്ന് കൊടുക്കാം. ടൈറ്റിൽ. സോ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മൗസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. എ വൺ ലൈൻ ഡിസ്ക്രിപ്ഷൻ യൂസ്ഡ് ബൈ ദ ഡിവൈസ് ടു ഐഡൻറ്റിഫൈ ദ ആപ്പ് ഫോർ ദ യൂസർ. നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന് നമ്മുടെ ആപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്, വൺ ലൈൻ ഡിസ്ക്രിപ്ഷനാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതല്ല. പിന്നെ അടുത്ത നമുക്ക് മെയിനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഹോം എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കുള്ളിൽ നമ്മൾ ഹോം എന്താണ് പ്രോപ്പർട്ടി എന്നാൽ എന്താണെന്ന് നോക്കാം. ഇതിൽ മുകളിൽ മൗസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം വിഡ്ജറ്റ് ഫോർ ദ ഡീഫാൾട്ട് റൗട്ട് ഓഫ് ദ ആപ്പ്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോം പേജാണ്. റൗട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോം പേജ്. സോ നമ്മൾ ആപ്പ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സ്ക്രീനാണ് നമുക്ക് കാണേണ്ടത്, അതാണ് നമ്മളിവിടെ ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച സ്കഫോൾഡ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ്. സോ വിഡ്ജറ്റുകൾ ഇതുപോലെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ സ്കഫോൾഡ് എന്ന് എഴുതി വിഡ്ജറ്റിൻ്റെ പേര് എഴുതി ഇതുപോലെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ അത് സെലക്ട് ചെയ്യുക. നമ്മൾ സ്കഫോൾഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വൈറ്റ് സ്ക്രീൻ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്കഫോൾഡ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആപ്പിൻ്റെ ബേസിക് ലേ ഔട്ട് സ്ട്രക്ചറാണ്. സോ നമ്മളിപ്പോൾ മെറ്റീരിയൽ ആപ്പ് ഉപയോഗിച്ചൊരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ആപ്പിൻ്റെ ലേ ഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനുള്ളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ സ്കഫോൾഡിനുള്ളിൽ വരുന്നു. സ്കഫോൾഡിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ Ctrl+ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. സോ ഉദാഹരണമായി നമ്മൾ തൽക്കാലം ഇവിടെ ബോഡി കൊടുക്കാം. ബോഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയുടെ മുകളിൽ നമ്മൾ മൗസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പ്രൈമറി കണ്ടൻറ് ഓഫ് ദ സ്കഫോൾഡിലെ പ്രൈമറി കണ്ടൻ്റ് ആണ്. സോ ഇത് നമ്മുടെ ആപ്പ് ബാറിന് താഴെ ഡിസ്പ്ലേ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ആപ്പ് ബാർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ബോഡിക്കുള്ളിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ടെക്സ്റ്റിനുള്ളിൽ ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഹലോ വേൾഡ്. ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഹലോ വേൾഡ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഹലോ വേൾഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നമുക്കത് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്കത് സെൻറ്റർ എന്ന് പറയുന്ന മറ്റൊരു വിഡ്ജറ്റിനുള്ളിലോട്ട് മാറ്റാം. സോ നമ്മൾ സ്കഫോൾഡിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ബോഡി എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കുള്ളിൽ നമ്മൾ സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റ് കൊടുക്കുന്നു. സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ
കണ്ടന്റ് ഈ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. സെൻറ്ററിൽ കൊടുക്കുന്നു. സോ സെൻറ്ററിനുള്ളിലോട്ട് നമ്മൾ ഈ സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിൽ നമ്മൾ മറ്റൊരു ചൈൽഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ ആ ഒരു പ്രോപ്പർട്ടിക്കുള്ളിൽ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മുടെ വാല്യൂ ആയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റ് കട്ട് ചെയ്ത് അവിടെ കൊടുക്കുന്നു. ഈ ഒരു എക്സ്ട്രാ കോമ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ സെൻറ്ററിൻ്റെ ഇവിടെ നമുക്കൊരു കോമ കൊടുക്കേണ്ടതുണ്ട്. കോമ കൊടുക്കാം. ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ഓരോരോ വാർണിംഗ് കാണാൻ സാധിക്കും. സോ യൂസ് പ്രിഫർ കോൺസ്റ്റൻറ്റ് വിത്ത് കോൺസ്റ്റൻറ്റ്. സോ ഇത് പോകണമെങ്കിൽ നമുക്കിവിടെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള വേരിയബിൾ കൊടുക്കണം. അതുപോലെ ഈ സ്കഫോൾഡിൻ്റെ മുമ്പിലായിട്ട് നമുക്കിതുപോലെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് ഇതുപോലെ കൊടുക്കണം. ഓക്കെ, മെറ്റീരിയൽ ആപ്പിൻ്റെ മുമ്പിലായിട്ടും കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കീവേഡ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ എറേഴ്സ് പോകുന്നതായിരിക്കും. പക്ഷേ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയി മാറണമെങ്കിൽ ഇത് ഒരു വാർണിംഗ് ആണ്. സോ നമുക്കിത് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിഫർ കോൺസ്റ്റൻറ്റ് കൺസ്ട്രക്ടേഴ്സ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അനാലിസിസ് ഓപ്ഷൻസ് .yaml എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ നമ്മൾ റൂൾസ് എന്ന് പറയുന്ന ഭാഗത്ത് വരിക. അതിന് താഴെ നമ്മൾ അവിടെ കണ്ട ആ ഒരു കോഡ് പ്രിഫർ കോൺസ്റ്റൻറ്റ് കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, സോ അതുപോലെ നമുക്കിവിടെ കൊടുക്കാം. പ്രിഫർ _constant കൺസ്ട്രക്ടേഴ്സ് നമ്മൾ കോളൻ കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക, ഫാൾസ് എന്ന് കൊടുക്കുക. ഡിഫാൾട്ടായിട്ട് ഇത് ട്രൂ ആയിരിക്കും. നമ്മൾ ഫാൾസ് എന്ന് കൊടുക്കുക. ഫാൾസ് എന്ന് കൊടുത്ത ശേഷം നമ്മൾ സേവ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഫയൽ ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എറർ പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ആ കോൺസ്റ്റൻറ്റിൻ്റെ എറർ പോയിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കുറച്ച് ഫോണ്ട് സൈസ് നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. സോ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിൽ വരിക, കോമ കൊടുക്കുക, താഴെ വരിക. താഴെ വന്നതിന് ശേഷം സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ നമുക്ക് പ്രോപ്പർട്ടീസ് എല്ലാം കാണണമെങ്കിൽ നമ്മൾ Ctrl+സ്പേസ് ബാർ കൊടുക്കുക. നമുക്ക് പ്രോപ്പർട്ടീസ് എല്ലാം കാണാൻ സാധിക്കും. നമ്മളിവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കുള്ളിൽ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന മറ്റൊരു വിഡ്ജറ്റ്. സോ ഇതിനുള്ളിലുള്ള പ്രോപ്പർട്ടീസ് കാണണമെങ്കിൽ Ctrl+സ്പേസ് കൊടുക്കാം. അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ, അതുപോലെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് എന്ന് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഫോണ്ട് സൈസ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു നമ്പറാണ്. സോ നമ്മളിവിടെ 20 എന്ന് കൊടുക്കാം. 20 എന്ന് കൊടുത്ത ശേഷം കോമ കൊടുക്കുക, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് കുറച്ച് വലിയ ഫോണ്ടിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ ഒരു 50 കൊടുക്കാം. 50 കൊടുത്ത് സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു വലിയ ഫോണ്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മെറ്റീരിയൽ ആപ്പ് വിഡ്ജറ്റ് കൊടുത്തു. സോ അതിനുള്ളിൽ നമ്മൾ സ്കഫോൾഡ് നമ്മുടെ മെയിൻ ലേഔട്ട് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുത്തു. അതിനുള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കൊടുത്തു. അതിൻ്റെ ഫോണ്ട് സൈസ് നമ്മൾ ചേഞ്ച് ചെയ്തു. സോ ഇത്തരത്തിലാണ് മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഡ്ജറ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ്. സോ നമുക്കൊരു ആപ്പ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ വിഡ്ജറ്റുകളും അതിനുള്ളിലുണ്ട്. സോ മെറ്റീരിയൽ ആപ്പിലെ മറ്റൊരു വിഡ്ജറ്റാണ് സ്കഫോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ബേസിക് ലേഔട്ട് സ്ട്രക്ചർ അത് ക്രിയേറ്റ് ചെയ്യുന്നു. സോ സ്കഫോൾഡ് വിഡ്ജറ്റിനുള്ളിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ആപ്പിലെ വിഡ്ജറ്റ് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്.